എല്ലാ സീസണിലും ഒരു കബനി സഫാരി എങ്കിലും ഞാൻ എടുക്കാറുണ്ട്. ഇത് എൻ്റെ വേനൽക്കാലത്തെ സഫാരിയാണ്. ഓരോ സീസണിലും കബനിക്ക് ഓരോ മുഖമാണ്. കുറച്ച് തിരക്കുകൾ മൂലം ഈ സഫാരി പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. കാട്ടിൽ കയറിയപ്പോൾ തന്നെ നമ്മളെയും കാത്ത് ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും വൈൽഡ് ഡോഗ്സിനെ കാണുന്നത് മോർണിംഗ് സഫാരികളിലാണ്. രാവിലെ വെളിച്ചം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷ്വൽസ് അത്ര ക്ലിയർ അല്ല. കാട് നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ നല്ല സൈറ്റിങ്സ് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. കാട് മൊത്തം ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഇവർക്കിവിടെ നല്ല പുല്ലിൻ്റെ ലഭ്യതക്കുറവുണ്ട്. എന്നാലും ഇതൊരു ഡ്രൈ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന മൃഗങ്ങൾ ഏത് കാലാവസ്ഥയോടും ഇണങ്ങി ജീവിക്കാൻ പറ്റുന്നവരാണ്. രാവിലെ തന്നെ രണ്ടുപേരും നല്ല കലിപ്പിലാണ്. കുറച്ച് വെളിച്ചം വന്നപ്പോൾ നമ്മൾ നേരത്തെ വൈൽഡ് ഡോഗ്സിനെ കണ്ട സ്ഥലത്തേക്ക് ഒന്ന് തിരിച്ചു വന്ന് നോക്കിയതാണ്. അവരിപ്പോഴും അവിടെ തന്നെയുണ്ട്. കാട്ടിലെ മെയിൻ അലാം സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഈ തിത്തിരി പക്ഷി. എന്തെങ്കിലും ത്രെട്ടണിങ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇത് വലിയ ശബ്ദമുണ്ടാക്കി പറന്ന് നടക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ആളെക്കാട്ടി എന്നൊരു പേരും കൂടിയുണ്ട്. നല്ല വേനൽക്കാലമായതുകൊണ്ട് പ്രിഡേറ്റേഴ്സൊക്കെ വാട്ടർ ബോഡീസിൻ്റെ സൈഡിൽ തന്നെയാണ് മാക്സിമം സമയം ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ വളരെ പേടിയോടെയാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത്. ജെഎൽആറുകാർക്കും ഇതുവരെ ഒന്നും സൈറ്റിങ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. പാറി പറന്ന് നടക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട്. ഒരുപാട് കാലമായിട്ട് ഞാൻ അന്വേഷിച്ച് കിടക്കുന്ന ഒരു ബേർഡാണ് കേട്ടോ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ ഈ വൈറ്റ്. കബനിയിൽ ഒരു റൗണ്ട് അടിച്ചു നോക്കിയെങ്കിലും വേറെ എവിടെ ഒന്നിനെ കാണാൻ പറ്റുന്നില്ല. എല്ലാവരും വാട്ടർ ബോഡീസിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഉള്ളത്. ഈ പക്ഷിയുടെ പേരാണ് മേനിപ്രാവ് അഥവാ ഗ്രീൻ ഇമ്പീരിയൽ പീജിയൻ. ഒരു തരം കാട്ടുപ്രാവാണ്. കബനിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയുള്ള കൊമ്പുള്ള ആനകളെ കണ്ടിട്ടുള്ളത്.
ഇതിന് മുന്നേയുള്ള കബനി വീഡിയോകളിൽ ഞാൻ മിസ്റ്റർ ജൂനിയർ കബനിയെയും കൊമ്പ് വളർന്ന് നിലത്ത് മുട്ടാറായ ആനകളെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ചൂട് സഹിക്കാൻ വയ്യാതെ ഒരു നീരാട്ടിനുള്ള പോക്കാണ് കൂട്ടത്തോടെ ഇവർ. ഞാൻ മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആനക്കുട്ടിയെ ഇതാ 2 പേര് ചേർന്ന് വളരെയധികം ശ്രദ്ധയോടെയാണ് കൊണ്ടുപോകുന്നത്. റോഡിൻ്റെ ഇരുവശത്തും സഫാരി വെഹിക്കിൾസ് കിടക്കുന്ന കണ്ടിട്ട് അവർ ചെറുതായിട്ടൊന്ന് അമാന്തിച്ചു. കൂട്ടത്തിലൊരു കൊച്ചു കുട്ടി ഉള്ളതുകൊണ്ടാണ് അത്ര ശ്രദ്ധ അവർക്ക്. എന്നാലും ധൈര്യം സംഭരിച്ച് ലാസ്റ്റ് കിടക്കാണ്. വെള്ളം കണ്ടപ്പോൾ ആ ചെറുതിൻ്റെ ഒരു ആഹ്ലാദം നോക്ക്. അങ്ങനെ എല്ലാവരും കുറച്ചു നേരം ആനക്കൂട്ടത്തിൻ്റെ കുളിയും ദേവാരമൊക്കെ കണ്ടു നിന്നു. ഉപ്പൂപ്പനെ പറ്റി ഞാൻ പിന്നെ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ മോർണിംഗ് സഫാരി കഴിഞ്ഞ് നമ്മൾ ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഈവനിങ് സഫാരി തുടങ്ങിയത് തന്നെ ഒരു ടൈഗർ സൈറ്റിങ്ങുമായിട്ടാണ്. കബനിയിൽ ഇപ്പോൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ ടൈഗ്രസിൽ ഒരാളാണിത്. ടി ഫീമെയിൽ എന്നാണ് കേട്ടോ ഇതിനെ വിളിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇതിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കപ്സിന് ഇതുവരെ സൈറ്റിങ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് എത്ര കുട്ടികളുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. ആദ്യം നമ്മളുടെ സഫാരി വെഹിക്കിളിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ആളൊന്ന് പുറകോട്ട് പോയെങ്കിലും വീണ്ടും ആ വാട്ടർ ബോഡിയുടെ മുകളിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഡെലിവറി കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ കുട്ടികൾ ഇവിടുത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ടൈഗർ ടി മെയിൽ എന്ന ടൈഗറിൻ്റെ കുട്ടികളാണ്. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ ടൈഗർ വേറൊരു ടൈഗറുമായിട്ടുള്ള അറ്റാക്കിൽ ക്ഷീണിതനായിട്ട് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഡോമിനൻ്റ് ആയിട്ടുള്ള മെയിൽ ടൈഗർ ഈ ടെറിട്ടറി കൈയടക്കാൻ വന്നു കഴിഞ്ഞാൽ അത് ആ കുട്ടികളുടെ ജീവന് ആപത്തായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ആ കുട്ടികളെ ഇല്ലാതാക്കിയാൽ മാത്രമേ ആ മെയിൽ ടൈഗറിന് ഈ ടി ഫീമെയിലുമായിട്ട് മെയ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. മാത്രമല്ല സ്വന്തം ടെറിട്ടറിയിൽ വേറൊരു മെയിൽ ടൈഗർ വളർന്നു വരുന്നത് ആൺകടുവകൾ പൊതുവെ സമ്മതിക്കാറില്ല. അങ്ങനെ വലുതായി വന്നാലാണ് ഇവർ തമ്മിൽ ടെറിട്ടറി ഫൈറ്റും മറ്റും ഉണ്ടാവാറുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ടി മെയിൽ എന്ന ടൈഗറിനെയും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പുറകെ കാണാം. ദാ ഈ കിടന്നുറങ്ങുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടി മെയിൽ എന്ന ആൺകടുവ. ഈ സമ്മറിൽ തന്നെയാണ് ഇത് വേറൊരു ആൺകടുവയുമായിട്ട് ഫൈറ്റ് ഉണ്ടായിട്ട് വയ്യാതെ ആയത്. സമ്മർ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവും മറ്റും ഇതിനെ കൂടുതൽ ക്ഷീണിതനാക്കി. ഒരു പക്ഷേ അത് മഴക്കാലത്തായിരുന്നു നടന്നിരുന്നെങ്കിൽ ഇവൻ സർവൈവ് ചെയ്തേനെ.
വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തിരി ക്ഷീണിച്ച അവസ്ഥയിലാണുള്ളത്. ഇതോടെ ഈ കബനി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.